ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. നിങ്ങൾ ഒരുപാട് പേര് യോഗ ഓൺലൈൻ വഴിയൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിന്റെ ഗുണങ്ങളൊക്കെ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടാവും. അപ്പൊ കുറച്ച് കാര്യങ്ങൾ എന്താണ് യോഗ, അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും. യോഗ എന്ന് പറയുമ്പോൾ ഒരു മെഡിറ്റേഷൻ പോലെ. അപ്പൊ മെഡിറ്റേഷന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ സിമ്പിൾ ആയിട്ട് അത് നമുക്ക് ചെയ്യാന്നുള്ളത് ഒരു കുറച്ച് സമയത്തിനുള്ളിൽ പറഞ്ഞു തരാം. അപ്പൊ നമ്മൾ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് പറയുന്നത് ടെൻഷൻ കുറയ്ക്കുന്നുള്ളതാണ്, സ്ട്രെസ് കുറയ്ക്കുന്നുള്ളതാണ്. നമുക്കറിയാം ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തില് ഇപ്പോ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് പഠിക്കുന്ന ടെൻഷനുകൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ രക്ഷിതാക്കളാണെങ്കിൽ കുട്ടികളുടെ കാര്യമാണെങ്കിലും കുടുംബത്തിലെ കാര്യമൊക്കെ ആയിട്ട് ഒരുപാട് ടെൻഷനുകൾ അനുഭവിക്കുന്നതാ. ഇനി ജോലി സ്ഥലങ്ങളിൽ ഒരുപാട് തരത്തിലുള്ള ടെൻഷനുകളും സ്ട്രെസ്സിലൂടെയൊക്കെയാണ് ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, യോഗ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് സ്ട്രെസ് കൂടുമ്പോൾ കൂടുന്ന ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ കോർട്ടിസോൾ ഒക്കെ ഈ യോഗ ചെയ്യുമ്പോൾ കുറയുന്നു എന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പൊ സ്ഥിരമായിട്ട് യോഗ ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്ട്രെസ് ലെവല്, ടെൻഷനൊക്കെ കുറയ്ക്കാൻ അത് സഹായിക്കുന്നുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഉറക്കമാണ്. ഇന്ന് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന പ്രശ്നം അല്ലെ, ഉറക്കക്കുറവ് എന്നുള്ളത്. എല്ലാവരും ഒ പിയിൽ ഇപ്പൊ ഒരു 100 പേര് വന്നാല് ഒരു 70% ആൾക്കാരും പറയുന്നതാ ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളത്. ഏത് പ്രായത്തിലുള്ളവരും അത് പറയുന്നുണ്ട്. അപ്പൊ അത് ഇന്നത്തെ കാലത്ത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഉറക്കക്കുറവ് എന്നുള്ളത്. അപ്പൊ ഈ മെഡിറ്റേഷൻ യോഗ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ, നേരത്തെ പറഞ്ഞു അല്ലെ, സ്ട്രെസ് ലെവൽ കുറയുന്നേ. പലരുടെയും ഉറക്കക്കുറവിന് കാരണം ടെൻഷൻ തന്നെ ആയിരിക്കും. അതുപോലെ പല ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് നമുക്ക് ഉറക്കക്കുറവ് വരും. അപ്പോൾ കറക്റ്റായിട്ട് യോഗ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഉറക്കം കിട്ടാൻ അത് സഹായിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം അല്ലെ, നമ്മുടെ റിലേഷൻസുകൾ, ബന്ധങ്ങളിൽ ഇപ്പൊ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആദ്യത്തെ പോലെ ആ റിലേഷന് വളരെ നല്ല രീതിയിൽ നിലനിർത്താൻ പലർക്കും പറ്റുന്നില്ല. ഇപ്പോൾ ഹസ്ബൻഡിനായിട്ടാണെങ്കിലും വൈഫിനായിട്ടാണെങ്കിലും മക്കളായിട്ടൊക്കെ ഉള്ള റിലേഷൻസ് സ്ട്രോങ് ആക്കാൻ ഈ യോഗ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം അല്ലെ, പല പ്രശ്നങ്ങളും തുടങ്ങുന്നത് ചില ദേഷ്യപ്പെടലുകളിൽ നിന്ന്, അങ്ങനെ പൊട്ടിത്തെറികളിൽ നിന്നൊക്കെ അല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാവണേ. അപ്പൊ കഴിഞ്ഞ ദിവസം ഒ.പിയിൽ വന്നപ്പോ ഒരു ഉമ്മ, കഴിഞ്ഞ ദിവസം വന്നതാ, ഇന്നലെ വന്ന ഒരു ഉമ്മ പറഞ്ഞതാ, ഹസ്ബൻഡ് ദേഷ്യം വരുമ്പോ ഭക്ഷണം സമയത്തിന് കിട്ടിയില്ലെങ്കിലൊക്കെ ദേഷ്യം വരുമ്പോ പ്ലേറ്റ് ഒക്കെ തട്ടിയിടും എന്നുള്ളത്. അപ്പോ സ്വാഭാവികമായിട്ടും ഭർത്താവ് ദേഷ്യപ്പെടുമ്പോ ഭാര്യ തിരിച്ചെന്തെങ്കിലും പറയും, ബാക്കി അങ്ങനെ അവിടെ അവരുടെ റിലേഷന്, ആ ബന്ധത്തിൽ പ്രശ്നങ്ങൾ വരും അല്ലെ. അപ്പൊ എപ്പോഴും നമ്മള് ഒരു റിലേഷനിലൊക്കെ ദേഷ്യം നിയന്ത്രിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആ. അത് പലപ്പോഴും നമുക്ക് പറ്റാറില്ല ചില സന്ദർഭങ്ങളിലെങ്കിലും. അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനും ദേഷ്യം പോലെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ യോഗ സഹായിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞു, സ്ലീപ്പ്, ഉറക്കം സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് രോഗപ്രതിരോധ ശേഷി എന്നുള്ളത്. അപ്പൊ ഇന്ന് വന്ന ആള് പറഞ്ഞതാ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നു എന്ന്. നമ്മള് ഒരു പനി വന്നു, ജലദോഷം ഉണ്ടായിരുന്നു, മരുന്ന് കഴിച്ചു, ഒരു 1-2 ആഴ്ച നമ്മുടെ മേലുവേദനയൊക്കെ മാറി നമ്മളൊന്ന് നിവർന്ന് നിൽക്കുന്നേ ഉണ്ടാവുള്ളൂ, അപ്പോഴേക്കും അടുത്ത പനി വരൂ അല്ലെ. അപ്പോ അതിപ്പോ കുട്ടികളിലുണ്ട്, വലിയവരിലും ഉണ്ട്. നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും, ആദ്യം എനിക്ക് മരുന്നൊക്കെ കഴിച്ചാൽ ഒരു പനി മാറിയാൽ കുറേ കാലം കഴിഞ്ഞിട്ടാ പനി വന്നിരുന്നേ. ഇപ്പൊ അങ്ങനെയല്ല, പെട്ടെന്ന് പനി വരുന്നുണ്ട്, അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പൊ രോഗപ്രതിരോധ ശേഷി ഇന്നത്തെ കാലത്ത് വളരെയധികം കുറവാണ്. അപ്പൊ ഈ യോഗ പോലെയുള്ള മെഡിറ്റേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. പിന്നെയുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, ഇന്ന് മിക്കവാറും ആൾക്കാർക്കുള്ള പ്രശ്നങ്ങളാണ് ജീവിതശൈലി രോഗങ്ങള്. അത് ചിലപ്പോൾ ഫാറ്റി ലിവർ ആയിരിക്കും, രക്തസമ്മർദ്ദം, BP എന്ന് പറയില്ലേ, BP ആയിരിക്കും, പിന്നെ ഷുഗർ ആയിരിക്കും, പ്രമേഹം പോലെയുള്ള അസുഖങ്ങളൊക്കെ ഇന്ന് കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ യോഗ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞു അല്ലെ. പിന്നെ ഒന്ന് എന്നുള്ളത്, ഇപ്പൊ എല്ലാവർക്കും ഫോക്കസ് കുറവാ അല്ലെ. ഒരു കാര്യം നമുക്ക് കറക്റ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നില്ല. അത് കുട്ടികൾക്ക് ഇപ്പൊ പഠനത്തിൽ വരുന്ന ഒരു പ്രശ്നമാണ്. വലിയവർക്കായാലും നല്ല തീരുമാനങ്ങൾ എടുക്കാനൊക്കെ നമുക്ക് കോൺസെൻട്രേഷൻ കുറയുന്നുണ്ട്. അതിപ്പോ പഠനങ്ങളിലൊക്കെ കാണിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ യോഗ സഹായിക്കും. ഇപ്പൊ യോഗനെ കുറിച്ചുള്ള ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും സംശയം ഉണ്ടാവും യോഗ എങ്ങനെ ചെയ്യാന്നുള്ളത്. മെഡിറ്റേഷനോ യോഗ എന്തെങ്കിലും ചെയ്യുന്നവരുണ്ടോ ഇതില്? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, ഒരു 15 മിനിറ്റ് ഏതെങ്കിലും ഒരു സമയം തിരഞ്ഞെടുക്കുക കേട്ടോ. ഇപ്പൊ രാവിലെ എണീറ്റ ഉടനെയോ അല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നെയോ ഒരു 15 മിനിറ്റ്
എന്താ ചെയ്യുക? ഒന്നുകിൽ കിടന്നിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇരുന്നിട്ട് ചെയ്യാം. ഇരുന്നിട്ട് ഇപ്പോ ഐപാഡുകൾ, കണ്ണ് മറക്കുന്ന കുറെ സംഭവങ്ങളൊക്കെ കിട്ടാനുണ്ട്. ഒന്നുകിൽ അന്ന് അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് കണ്ണ് ടൈറ്റ് അല്ലാതെ വെറുതെ ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് ദീർഘമായിട്ട് ശ്വാസം എടുക്കുക. നമ്മുടെ ശ്വാസം എടുക്കുന്നതും ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്നതും ശ്വാസം പുറത്തേക്ക് വിടുന്നതും വളരെ സ്ലോ ആയിട്ട് ചെയ്യാം. ആ ഓരോ നിമിഷവും നമ്മൾ അത് എങ്ങനെയാണ് പുറത്തേക്ക് വിടുന്നത്, അതേപോലെ അത് ഉള്ളിലേക്ക് എങ്ങനെയാണ് എടുക്കണതെന്ന് നമ്മൾ ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ മനസ്സ് ഇങ്ങനെ കാമാവണത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ആദ്യത്തെ 1-2 ദിവസമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ വരും. പക്ഷെ നമ്മൾ നിർത്താൻ പാടില്ല. ഇതുപോലെ ആദ്യത്തെ ദിവസം 1 മിനിറ്റ് ആയിരിക്കും, പിറ്റത്തെ ദിവസം 1 മിനിറ്റ് നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു 10-15 ദിവസം കഴിയുമ്പോൾ നമുക്ക് 5 മിനിറ്റും 10 മിനിറ്റും ഒക്കെ ഒന്നും ആലോചിക്കാതെ വെറുതെ ആ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റും. അങ്ങനെ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ തന്നെ നമുക്ക് മെഡിറ്റേഷന്റെ ഗുണങ്ങൾ കിട്ടും. അത് നമ്മൾ 1-2 മാസം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് വേറെ ഒരു ചിന്തകളും ഇല്ലാതെ, ടെൻഷനുകളും ഒന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കാൻ പറ്റും. ആ ഒരു ദിവസം തുടങ്ങുന്നത് ആ മെഡിറ്റേഷൻ ചെയ്തിട്ടാണെങ്കിൽ ആ ഒരു ദിവസം ഫുള്ളായിട്ട് നമുക്ക് ഒരു കാമായിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ വളരെ ഈസിയാണ് അത് ചെയ്ത് നോക്കാൻ. നമുക്ക് വേറെ പൈസയുടെ ചെലവോ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഏതെങ്കിലും ഒരു സമയം നമ്മൾ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ട് അത് ചെയ്തു തുടങ്ങുക. ഇന്ന് തന്നെ പോയിട്ട് അതൊന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. ബാക്കി യോഗ എന്താണെന്നുള്ളതും പോസ്റ്ററുകൾ ഏതൊക്കെയാണ് അതൊക്കെ നെക്സ്റ്റ് ലെവലാണ്. വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ യൂട്യൂബിലൊക്കെ ഒരുപാട് യോഗ വീഡിയോസ് കിട്ടുന്നുണ്ട്. നല്ല യോഗ ഇൻസ്ട്രക്ടേഴ്സ് ചെയ്യുന്ന യോഗകൾ തന്നെയുണ്ട്. അപ്പൊ അതൊക്കെ വീഡിയോ ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇനി അടുത്ത